കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തെക്കോട്ട് ദർശനമുള്ളൊരു വീട് നമുക്ക് എങ്ങനെ വാസ്തുപരമായിട്ട് വെക്കാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് പ്ലാനിലേക്ക് പോവാം. ഇത് തെക്കോട്ട് ദർശനമുള്ളൊരു വീടാണ്. ഈ വീടിൻ്റെ ഈ ഭാഗത്താണ് റോഡ് നിൽക്കുന്നത്. തെക്ക് ഭാഗത്ത് ദർശനമുള്ള വീടാകുമ്പം നമുക്ക് തെക്ക് ഭാഗത്ത് എന്തായാലും മുറ്റം വേണം. പക്ഷേ തെക്ക് ഭാഗത്തുള്ളതിനേക്കാൾ കൂടുതൽ മുറ്റം നമുക്ക് വടക്ക് ഭാഗത്തുണ്ടായിരിക്കണം. അതനുസരിച്ച് വേണം ഇവിടെ ഈ വീട് വെക്കാൻ. അതുപോലെ നമുക്ക് ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ളതിനേക്കാൾ കൂടുതൽ മുറ്റം കിഴക്ക് ഭാഗത്തും ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് കന്നിമൂല ഭാഗത്തുള്ള ഒരു ബെഡ്റൂം വരുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്കതൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കന്നിമൂല ഭാഗത്ത് ഒരു ബെഡ്റൂം തന്നെ സെറ്റ് ചെയ്യുക, അത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുക. ഇത് തെക്കോട്ട് ദർശനമുള്ള വീടായതുകൊണ്ട് ഈ ഭാഗത്ത് ചിലർക്ക് കിച്ചൺ വരുന്ന അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് കിച്ചൺ എന്നുള്ള രീതിയിൽ വരാം. ഇവിടെ നിങ്ങൾക്ക് കിച്ചൺ വെക്കാന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതല്ല, നിങ്ങൾക്ക് അവിടെ കിച്ചൺ വെക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത് നോർത്ത് വെസ്റ്റ് ആണ്. ഇത് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫുങ്ഷുവി ആയിട്ട് വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഫുങ്ഷുവി പ്രകാരം നമുക്ക് നോർത്ത് വെസ്റ്റിൽ കിച്ചൺ പാടില്ല എന്നാണ്. ഇത് വാസ്തുപ്രകാരം ഒരു തെക്ക് വശത്തുള്ള വീട് വെച്ചാൽ അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ കിച്ചൺ കൊടുക്കാം. വടക്ക് ഭാഗത്ത് നിങ്ങൾ കിച്ചൺ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഭൂരിഭാഗം വീടുകളിലും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇവർ ഇതിൻ്റെ വെസ്റ്റ് ഭാഗത്തായിരിക്കും, ഇത്രയും ഭാഗത്തായിരിക്കും ഇവർ അടുപ്പ് വയ്ക്കുന്നത്. അടുപ്പ് വയ്ക്കുമ്പോൾ ഇത് വെസ്റ്റിലോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യേണ്ട രീതിയിലേ അത് വെക്കാൻ പറ്റത്തുള്ളൂ. അത് വളരെ തെറ്റാണ്. ഒരു കാരണവശാലും വെസ്റ്റിലേക്ക് നോക്കി നിന്ന് പാചകം ചെയ്യാൻ പാടില്ല. അത് ഈസ്റ്റിലോട്ട് നോക്കി തന്നെ പാചകം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിച്ചൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് സ്റ്റൗ വയ്ക്കുക. സ്റ്റൗ വെച്ചിട്ട് ഇവിടെ നിന്ന് ഈസ്റ്റിലോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് വടക്ക് വശത്ത് ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ വാസ്തുപ്രകാരം നോർത്ത് വെസ്റ്റിൽ സെപ്റ്റി ടാങ്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെപ്റ്റി ടാങ്ക് ഇവിടെ കൊടുക്കാം. അതിൽ ഈ ഒരു ലൈൻ വിട്ടിട്ട് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള കോണും വിട്ടിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഈ ഭാഗത്തോട്ട് സെപ്റ്റി ടാങ്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് നമുക്ക് ഒരു സ്റ്റഡി റൂമാണ്. സ്റ്റഡി റൂം വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാന കോൺ, ഇവിടെയാണ് നോർത്ത് ഈസ്റ്റ് ഭാഗം, ഇത് ഈശാന കോണാണ്. ഈശാന കോണിൽ നമുക്ക് സ്റ്റഡി റൂം കൊടുക്കാം. ഇത് വടക്ക് കിഴക്ക് ഭാഗമാണ്. ഇവിടെ കിണർ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഭാഗത്ത് സെപ്റ്റി ടാങ്ക്, ടോയ്ലറ്റ്, അതുപോലുള്ള നിർമ്മിതികൾ, ഇപ്പം പമ്പിൻ്റെ റൂം, പമ്പ് ഹൗസ്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള മറയും പാടില്ല. ഇവിടെ നിന്ന് എപ്പോഴും ഒരു എനർജി പാസ് ചെയ്ത് വരുന്ന രീതിയിലായിരിക്കണം അത് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത ഭാഗം കിഴക്കാണ്. കിഴക്ക് ഭാഗത്ത് നല്ല മുറ്റമിട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഇതിനകത്ത് വസ്തുവിലേക്ക് കയറാൻ ഉള്ളൊരു വഴിയെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഭാഗത്ത് തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഒരു വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തും തന്നെ കയറാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വീട്ടിലും ഈ ഒരു ഭാഗത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ എൻട്രൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അത് ഒരു കാരണവശാലും കന്നിമൂല ഭാഗത്തോട്ട് പോകാനായിട്ടോ കന്നിമൂല ഭാഗത്ത് ലിവിങ് ഏരിയ കന്നിമൂലയിലേക്ക് കൊണ്ടുവരാനോ ഇവിടെ എൻട്രൻസ് കൊടുക്കാനോ പാടില്ല. എത്ര വന്നാലും, എത്ര സമ്പത്ത് വന്നാലും, നമ്മുടെ കയ്യിൽ വന്നാലും സമ്പത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാതെ ചിലവായി പോകുന്നൊരവസ്ഥ ഇത്തരത്തിലുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് സെപ്റ്റി ടാങ്കുകളൊന്നും പാടില്ല, ടോയ്ലറ്റ് പാടില്ല. ഇവിടെയും സെപ്റ്റി ടാങ്കോ ടോയ്ലറ്റുകളോ ഒന്നും പാടില്ല. ഈ ഭാഗം വളരെ വൃത്തിയായും ശുദ്ധിയായും വെക്കേണ്ടതാണ്. അതുപോലെ വീടിൻ്റെ കിഴക്ക് മധ്യഭാഗത്ത് നിന്നിട്ട് ഒരു ബ്രഹ്മസൂത്രം കടന്നു പോകുന്ന രീതിയിൽ ഇവിടെ എയർ ഹോൾ വരുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ജനൽ വെക്കാം, ഇവിടെ ഈ ബെഡ്റൂമിലേക്കുള്ള ഡോറ് വെക്കാം, ഇവിടെ ഒരു ജനൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എയർ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പോൾ അത് നമുക്ക് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തെക്ക് വശത്തുള്ള റോഡിൽ ശ്രദ്ധിക്കാവുന്നതാണ്. നമുക്കിതിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുന്നത് തെക്കോട്ടോ വടക്കോട്ടോ നോക്കി ഇറങ്ങാൻ പാടില്ലെന്നാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കിഴക്കോട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ഇറങ്ങാം. അപ്പോൾ തെക്കോട്ടോ വടക്കോട്ടോ നോക്കി ഇറങ്ങണ്ട എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊരു തെക്കോട്ട് ദർശനമുള്ളൊരു വീടിന് കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഇതിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു തിയറി എന്ന് പറയുമ്പോഴത്തേക്കും, ഇതിനെ ഫുങ്ഷുവി പ്രകാരം ഈ വീട് എങ്ങനെ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ഫുങ്ഷുവി കൺസൾട്ടന്റിനെ വിളിച്ചിട്ട് ഈ ഇതിനകത്ത് നമുക്കൊരു വീട് വെക്കണം,
ചെയ്യണം, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതിൻ്റെ റൂമുകളും കാര്യങ്ങളും വരാമെന്നായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളുടെയും അവരുടെയും കൂടെ നിർദ്ദേശപ്രകാരം ഇതിലൊരു ആദ്യമേ പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ സെൻറ്റർ എടുക്കും. സെൻറ്റർ എടുത്തതിന് ശേഷം വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ, അതായത് ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രിയാണ് കിട്ടുന്നതെന്ന് എടുക്കും. അതനുസരിച്ചിട്ട് ഈ വീടിനെ കറക്റ്റ് 8 തിരിക്കും. 8 തിരിക്കുമ്പോഴത്തേക്ക് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്, ആ നക്ഷത്രങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നോക്കും. അപ്പം ഇവിടെ വരുന്ന നക്ഷത്രം ഏതാണ്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കിയിട്ട് ആ ഭാഗത്ത് നമ്മൾ ഡോർ വയ്ക്കും. ഇപ്പം ഇവിടെ നല്ല പ്രോസ്പിരിറ്റി ഉള്ള ഒരു നക്ഷത്രമല്ല വരുന്നത്, അതേസമയം ഇവിടെ നല്ല സമ്പത്തിൻ്റെ ഒരു നക്ഷത്രം വരുന്നുണ്ടെങ്കിൽ ഈ ഡോറ് ഇവിടെ വയ്ക്കുന്നതാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ അത് നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അത് ആ മണ്ണിൽ വന്നിട്ട് അതിൻ്റെ പ്ലാനും എല്ലാം കൂടെ എടുത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കോമൺ ആയിട്ട് ചോദിക്കുമ്പോൾ ഈ രീതിയിലെ കാര്യങ്ങൾ പറയാൻ പറ്റൂ. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിനകത്തൊരു മോശം സ്റ്റാറാണ് നിൽക്കുന്നത്. ഈ ബെഡ്റൂമിനകത്തൊരു മോശം സ്റ്റാറാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂമിൽ ഏത് നല്ല നക്ഷത്രം നിൽപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഇതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നക്ഷത്രം അല്ലെങ്കിൽ നല്ലൊരു മൗണ്ടൻ സ്റ്റാർ ഇതിനകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂമിൽ കിടക്കുന്നതിനെക്കാട്ടിയും സൗഭാഗ്യങ്ങൾ ഈ റൂമിൽ കിടന്നാൽ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഫ്ലൈയിങ് സ്റ്റാർ അനുസരിച്ച് കറക്റ്റ് ചെയ്യാൻ ചെയ്തെങ്കിൽ കൂടുതൽ നല്ലത് അതായിരിക്കും. പുതിയ വീടുകളെ സംബന്ധിച്ചിടത്തോളം അതാണ് നല്ലത്. വെച്ച വീടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നക്ഷത്രങ്ങൾ എങ്ങനെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അതിൻ്റെ ചില ടൂൾസുകളും ചില എലമെൻറ്റ്സ് ഒക്കെ വെച്ച് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദോഷങ്ങളെ പരമാവധി ലഘൂകരിക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ഫെങ്ഷി എന്ന് പറയുന്നൊരു സയൻസിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.